ഓഫ്ലൈൻ ക്ലാസ്സുകാരോടാണ് പ്രത്യേകം പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ടെലസ്കോപ്പ് വരയ്ക്കണം ഇല്ലേ? ടെലസ്കോപ്പും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വരയ്ക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്. അതിനകത്ത് നമ്മൾ നമ്മൾ ഒരു ലെൻസ് വരയ്ക്കുന്നു. 2 ലെൻസ് ഇതിനും ഉണ്ട്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനും ഉണ്ടായിരുന്നു, ഇതിനും ലെൻസ് ഉണ്ട്. ഓക്കെ, അത് 2 ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ 2 പടങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് വരച്ച് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നോക്കിക്കോളൂ, നമ്മൾ ടെലസ്കോപ്പ് വരയ്ക്കുന്നു. ടെലസ്കോപ്പിനകത്ത് നമ്മൾ ഓക്കെ ഇങ്ങനെ വരയ്ക്കുന്നു. ഇത് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഈ ലെൻസിന്റെ ഇത് വരയ്ക്കുന്നതിനനുസരിച്ച് കൂട്ടണേലും കുറയ്ക്കണേലും അത് നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. അപ്പം ടെലസ്കോപ്പ് എപ്പോഴും ആകാശത്തുള്ള ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നതല്ലേ? അപ്പൊ ആകാശത്തുള്ള ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്ന സമയത്ത് ആ ലെൻസിൽ ആ ഒബ്ജക്റ്റിന്റെ റേസ് വന്ന് വീഴുന്നത് ഒബ്ലീക്ക് ആയിട്ടായിരിക്കും. ഒബ്ലീക്ക് ആയിട്ട് വന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഇങ്ങനെ ചരിഞ്ഞായിരിക്കും. അതായത് ഇങ്ങനെ നമുക്കറിയാം, ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ പാരലൽ ആയിരിക്കും. പക്ഷെ അത് എങ്ങനെയൊക്കെ വരാം? ഇങ്ങനെയും വരാം, അതേപോലെ തന്നെ വേണമെങ്കിൽ എങ്ങനെയും വരാം, ഇങ്ങനെയും വരാം പാരലൽ ആയിട്ട്. അപ്പം റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പിൽ ലൈറ്റ് റേ ഇങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. ഇത് നമ്മുടെ ഐ ലെൻസ് ആണ്. കണ്ണിനടുത്തിരിക്കുന്ന ലെൻസ് ഐ ലെൻസ് ആണെന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പം ഇത് അതിന്റെ ഒപ്റ്റിക് സെന്റർ, ഇതും അതിന്റെ ഒപ്റ്റിക് സെന്റർ. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്കറിയാം ലൈറ്റ് റേ ഒബ്ലിക് ആയിട്ട് ഇങ്ങനെ ചരിഞ്ഞാണ് വന്ന് വീഴുന്നത്. ഓക്കെ, ഒരു ലൈറ്റ് റേ ഇങ്ങനെ വന്ന് വീണു, ഒരു ലൈറ്റ് റേ ഇങ്ങനെ വന്ന് വീണു, ഇങ്ങനെ വന്ന് വീണു. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇതിനകത്ത് ഇങ്ങനെ 3 ഇങ്ങനെ ചരിഞ്ഞ് വരുന്ന രീതി വരയ്ക്കും. ഞാനിവിടെ തൽക്കാലം 2 എടുക്കുന്നുള്ളൂ. കാരണം ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ നിന്നും ലക്ഷക്കണക്കിന് ലൈറ്റ് റേസ് ഇങ്ങനെ പാരലായിട്ട് വരുന്നുണ്ട്. ഞാൻ അതിനകത്ത് 2 എടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇത് ഇവിടത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ നമുക്ക് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്തും ഐ ലെൻസിന്റെ ഫോക്കൽ ലെങ്തും അതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ട്യൂബ് ലെങ്ത് എന്ന് പറയും, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇവിടെ അത് അഡ്ജസ്റ്റബിൾ അല്ല. അതായത് ഇതിന്റെ ഫോക്കൽ ലെങ്ത്, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഇച്ചിരി കൂടുതലായിരിക്കും. അതായത് ഈ ഫോക്കൽ ലെങ്തിനെ ഞാൻ FO എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ ഐ ലെൻസിന്റെ ഇച്ചിരി കുറവായിരിക്കും, അതിനെ ഞാൻ FE എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പം ശ്രദ്ധിച്ചോണം, നമ്മൾ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് ആണ് പഠിക്കുന്നത്. ടെലസ്കോപ്പിനകത്ത് റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ് ആണ് പഠിക്കുന്നത്. റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പിനും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പോലെ 2 ലെൻസുകളുണ്ട്, ഒബ്ജക്റ്റീവും ഐയും. ഇവിടെ ഇമേജ് വരുന്നത്, ഒബ്ജക്റ്റിൽ നിന്ന് റേ വരുന്നത് ഒബ്ലീക്ക് ആയിട്ടാണ്. അതായത് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ ചരിഞ്ഞാണ് വരുന്നത്, ചരിഞ്ഞ് പാരലായിട്ടാണ് വരുന്നത്. പാരലായിട്ട് വരുന്നതിന് കാരണം അത് ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ എപ്പോഴും പാരലായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താ സംഭവിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇവിടെ നിന്ന് ഇതിന് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ഇത് നേരെ എവിടെ വരും? ഇവിടെ വരും. ഓക്കെ, ഇവിടെ നിന്ന് ഇതിന് റിഫ്രാക്ഷൻ സംഭവിച്ചു ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഒപ്റ്റിക് സെന്ററിൽ കൂടെ ആകുന്നതും കൊണ്ട് ഇതിന് റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കത്തില്ല. ഇതെന്ത് ചെയ്യും? ഇത് നേരെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, അത് രണ്ടും ജോയിൻ ചെയ്ത ഈ പോയിന്റിലായിരിക്കും നമ്മുടെ ആദ്യത്തെ ലെൻസിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത്. അത് ഇതായിരിക്കും. ഓക്കെ ആണല്ലോ? അതായത് ഇതിപ്പോ വല്ല സ്റ്റാറിന്റെ ഇമേജ് ആണ്, സ്റ്റാർ ആണ് ഒബ്ജക്റ്റ് എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ആ സ്റ്റാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന ലൈറ്റ് റേ ഈ നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് അങ്ങ് എടുക്കുകയാണ്. അപ്പൊ ഒബ്വിയസ്ലി ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ ഇതിന്റെ വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ടുള്ള ഇതും എന്ത് തന്നെയായിരിക്കും? ഇതും എന്ത് തന്നെയായിരിക്കും? ഇതും ആൽഫ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ആദ്യത്തെ ലെൻസിന്റെ ഇമേജ് ഇവിടെ ഉണ്ടായി. ആ ഇമേജ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, കോൺവെക്സ് ആണല്ലോ. അപ്പം ഇത് A' B' എന്ന് ആ ഇമേജിനെ എടുത്തു. ഓക്കെ ആണല്ലോ? ഇനിയും ആ ഇമേജ് കണ്ടിന്യൂ ചെയ്തു പോവാണ്. കണ്ടിന്യൂ ചെയ്തു പോകണമെങ്കിൽ ഞാൻ ഈ ലെൻസിനെ കുറച്ചുകൂടെ താഴോട്ട് ഇറക്കി വരയ്ക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ചുകൂടെ നീട്ടി വരയ്ക്കുകയാണ്. ഈ ലെൻസിനെ കുറച്ചുകൂടെ നീട്ടി വരയ്ക്കുകയാണ്. ഓക്കെ, വരച്ചു. അപ്പം നോക്കിയോ, ഈ ലൈറ്റ് റേ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നാണ്. അപ്പൊ കുറച്ചുകൂടെ നീട്ടി വരയ്ക്കണം. ഓക്കെ, ഇവിടെ വന്ന് വീഴുന്നു. ഈ ലൈറ്റ് റേ നേരെ എവിടെ വന്ന് വീഴുന്നു? ഈ ലൈറ്റ് റേ നേരെ ഇവിടെ വന്നു.
ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം അതിനെ ഞാനൊന്ന് എന്താണ് വീണ്ടും ഈ കുറച്ചുകൂടി ഒന്ന് നീട്ടി വരയ്ക്കണം. ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഈ പടം സിമ്പിൾ ആണെന്നൊക്കെ തോന്നുമെങ്കിലും സിമ്പിൾ അല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഈ ലെൻസിനെ കുറച്ചുകൂടെ എന്താ വലുതാക്കി വരയ്ക്കുകയാണ്. ഓക്കെ, ഇതിനെയും വലുതാക്കി അങ്ങ് വരച്ചോണം കേട്ടോ. ഞാൻ ഓക്കെ ഇങ്ങനെ അങ്ങ് വരച്ചു. ഓക്കെ, അപ്പം ഈ ലൈറ്റ് റേ ദേണ്ട ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് വീണു. ഇനി ഇവിടുന്ന് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ദേണ്ട ഇത് ഇങ്ങനെ പോകും. അതേപോലെ തന്നെ ഈ ലൈറ്റ് റേ ദേണ്ട ഇവിടെ വന്ന് വീണു, അതിനും ഇവിടുന്ന് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് അതും എന്ത് ചെയ്യും, ദേണ്ട ഇങ്ങനെ പോകും. ഓക്കെ ആണല്ലോ. ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്, ഇവിടെ നിന്നാണ്, ഇതാണ് നമ്മുടെ കണ്ണ്, ഇവിടെ നിന്നാണ് നമ്മൾ അത് നോക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇതെന്താ, ഇത് ദേണ്ട ഇങ്ങനെ ചെയ്ത് പോകും, ദേണ്ട ഇങ്ങനെ, അതായത് ഇത് ഇങ്ങനെ പോകുന്നതായിട്ട് കാണിക്കാം. നേരത്തെ പോലെ ഇമേജ് എന്താണ് വെളിയിലായിരിക്കും ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. വെളിയിൽ മീൻസ് ഒരു സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ പടം വരയ്ക്കേണ്ടത്. അപ്പം ഈ റേ ഡയഗ്രാമിന്റെ കൃത്യം കാര്യങ്ങൾ രണ്ട് ഇങ്ങനെ വരിക, ഇങ്ങനെ വരയ്ക്കുക, ഇത് ഇവിടുന്ന് രണ്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഈ കണ്ണ് ഇപ്പം നമുക്കൊരു നമ്മുടെ ഇമേജ്, നമുക്ക് ഇതിന്റെ ആക്ച്വൽ ഇമേജ് ഈ ഭാഗത്തൊക്കെ ആയിരിക്കും വരുന്നത്. ഈ ഭാഗത്ത് ഇത് ഇൻഫിനിറ്റിയിൽ എവിടെയെങ്കിലും ആയിരിക്കും, ഇങ്ങനെ പാരലായിട്ടാണ് പോകുന്നത്. ഈ ഭാഗത്ത് വല്ലതും ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഇമേജ് നമ്മുടെ കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എടുക്കാം, നമുക്ക് വേണ്ട ഈ ബീറ്റ എന്ന് എടുക്കാം. ഇത് ബീറ്റ എന്ന് എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. ആ ഇമേജ് നമ്മുടെ കണ്ണുമായിട്ട്, ഈ ഇമേജ് ആക്ച്വലി ഇവിടെ വരയ്ക്കാറില്ല. കാരണം എന്താണെന്ന് അറിയാമോ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പാരലായിട്ട് പോകുന്നതുകൊണ്ട് ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. പക്ഷെ അവിടാണ് ഇമേജ് ഫോം ചെയ്യുന്നത് എന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് മനസ്സിൽ വേണം. അപ്പൊ ആ ഇമേജ് നമ്മുടെ കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഇതായിരിക്കും എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഈ ലെൻസും കണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറിയ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ നെഗ്ലിജിബിൾ ഡിസ്റ്റൻസ്, ലെൻസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് പറയുന്നത് പോലെ തന്നെ ആയിരിക്കും കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്നതും പറയുന്നത്. ഓക്കെ ആണല്ലോ. അവിടെ ആ വ്യത്യസ്തമായിട്ട് നമ്മൾ എടുക്കുന്നില്ല. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ ഒന്ന് വരച്ച് കാണിക്കുകയാണ്. വേണ്ട ഈ പ്രിൻസിപ്പൽ ഇതിന് പാരലായിട്ട് തന്നെ ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുകയാണ്. അപ്പം ഉറപ്പായിട്ടും ഇതും പാരലാണ്, ഇതും പാരലാണെങ്കിൽ ഈ വരയ്ക്കുന്ന ഈ ലൈൻ അതിന്റെ ട്രാൻസ്വേഴ്സൽ ആയിരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ബീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും, ഈ ആംഗിൾ ബീറ്റ ആയിരിക്കും. എന്താ കറസ്പോണ്ടിങ് ആംഗിൾ. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഒരു സ്റ്റാറിനെ ഫോക്കസ് ചെയ്യാണ്. എന്ത് വെച്ചിട്ടാണ്? ടെലസ്കോപ്പ് വെച്ചിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ടെലസ്കോപ്പിന് രണ്ട് ടൈപ്പ് ലെൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഐ ലെൻസും ഉണ്ട്. ഈ ഒബ്ജക്റ്റീവ് ലെൻസിന് ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ട് എഫ്, ഐ ലെൻസിന് ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ട് എഫ് ഇ. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലേതുപോലെ ഇവരുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ. അപ്പം എന്താണ് ഇൻഫിനിറ്റിന്ന് ഒബ്ലീക്കലി പാരലായിട്ട് വന്ന ലൈറ്റ് റേ എവിടെ വന്ന് മീറ്റ് ചെയ്തു? രണ്ടിന്റെയും ഫോക്കസിൽ വന്ന് ഫസ്റ്റ് ഒരു ഇമേജ് ഫോം ചെയ്യുന്ന രീതിയിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അത് വീണ്ടും അവിടുന്ന് രണ്ടാമത്തെ ലെൻസിൽ റിഫ്രാക്ഷൻ നടന്നിട്ടാണ് ആക്ച്വൽ ഇമേജ് നമ്മുടെ കണ്ണിൽ പതിയുന്നത്. ഓക്കെ, സ്റ്റാർ ലെൻസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ആൽഫ എന്ന് വിളിച്ചു. ഇമേജ് രണ്ടാമത്തെ ഐ ലെൻസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അത് തിയറി എന്താ, പാരലൽ ലൈൻസും ട്രാൻസ്വേഴ്സലും വെച്ചിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എ ഡാഷ് ബി ഡാഷ്. ഇനി ഒരു കാര്യം കൂടെ വേണ്ട, ഇവിടോട്ട് ഒരു ഇത് വരയ്ക്കുക. എന്നിട്ട് ഇതിനെ ഇ എന്നും ഇതിനെ ഇത് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. ഇതിനെ ജി എന്നും കൊടുക്കുകയാണ്, ഇതിനെ ജി എന്നും കൊടുക്കുകയാണ്. നമുക്ക് അവിടെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയാണ്. ഇത്രയുമാണ് ഇതിന്റെ പടത്തിനകത്തുള്ളത്. എപ്പോഴും ആലോചിച്ചോണം, ഇതെല്ലാം പാരലായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. പടം വരയ്ക്കുമ്പോൾ നമുക്ക് എല്ലാം പാരലായിട്ട് തന്നെ ഇരിക്കണം. ഈ പടം വരച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും പടം വരച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചോ. Is it necessary for both lenses to be the same size? അല്ല, ലെൻസ് ഒരെണ്ണത്തിന്റെ ഫോക്കൽ ലെങ്ത് വലുതും ഒരെണ്ണത്തിന്റെ ഫോക്കൽ ലെങ്ത് ചെറുതുമാണ്. അപ്പൊ അതിനനുസരിച്ച് ലെൻസിന്റെ സൈസും മാറാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. അതായത് നമുക്കിപ്പം ലെൻസിന്റെ സൈസ് അനുസരിച്ചല്ലല്ലോ അതിന്റെ ഫോക്കൽ ലെങ്ത് പറയുന്നത്, അതിന്റെ കർവേച്ചർ അനുസരിച്ചല്ലേ പറയുന്നത്.
ആണോ? Yes, sir. ഓക്കെ, അപ്പൊ അതിന്റെ ഇപ്പം ഇത്രയും നീളത്തിൽ ഇത്രയും ഉള്ള ലെൻസിന്റെ കർവേച്ചർ കൂടുതലാണെങ്കിൽ അതിന്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. ഇത്രയും തന്നെ നീളം, അപ്പം നീളത്തിൽ അതിന്റെ കാര്യമില്ല. ഞാൻ ഈ നീട്ടി വരച്ചതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്കത് ഫിഗർ കിട്ടാൻ വേണ്ടി. അപ്പൊ ഇതിനെ അതിനനുസരിച്ച് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അഡ്ജസ്റ്റ് ചെയ്തങ്ങ് വരച്ചാൽ മതി. ഫോക്കൽ ലെങ്ത് ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസിനാണ് കൂടുതൽ, ഐ ലെൻസിന് കുറവാണ്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, Yes, sir. ഇനി നോക്കിക്കോളൂ. ഇതിനെപ്പറ്റി എഴുതാം. ഓക്കെ, എഴുതിക്കോ. എ ടെലസ്കോപ്പ്. അർജുൻ ഇപ്പൊ കയറിയല്ലേ ഉള്ളോ? പടം വരയ്ക്കാനുള്ള സ്ഥലം വിട്ടിട്ട് ഈ ടെലസ്കോപ്പ് എന്ന് എഴുതിയിട്ട് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് എന്ന് എഴുതുക. എന്നിട്ട് പടം വരയ്ക്കാൻ ഇച്ചിരി ഒരു അര പേജോളം വിട്ടേക്കുക. എന്നിട്ട് താഴോട്ട് ഇത് എഴുതിക്കും. എ ടെലസ്കോപ്പ് is an optical instrument that is used to view distant object. അത് ഫസ്റ്റ് ഡോട്ട് ആണ്. രണ്ടാമത്തെ ഡോട്ട്, it also consists of two lenses. ഒന്ന് ഒബ്ജക്റ്റീവ് ലെൻസ്, അടുത്തത് എ ഒബ്ജക്റ്റീവ് ലെൻസ്, ബി എന്ന് പറയുന്നത് ഐ ലെൻസ്. ഇത് നേരത്തെ പോലെ തന്നെയാണ്, നമ്മൾ അതിന് വ്യത്യാസമൊന്നുമില്ല. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലെ പോലെ തന്നെയാണ്. ഓക്കെ, ഇനി ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ. അതായത് ലാർജ് അപ്പർച്ചർ. ഇപ്പം നമ്മുടെ ഏബിൾ ചോദിച്ചുകൊണ്ട് ഞാൻ എഴുതുകയാണ്. ലാർജ് അപ്പർച്ചർ എന്ന് എഴുതിക്കോ. അപ്പർച്ചർ ആൻഡ് ലാർജ് ഫോക്കൽ ലെങ്ത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് അതിന്റെ പ്രോസസ്സാണ്. ഓൾറെഡി നമ്മൾ ഇന്നലെ പ്രോസസ്സിനെ പറ്റി അവിടത്തെ പറഞ്ഞത് എന്താണ്? അവിടത്തെ പ്രോസസ്സ് നമ്മൾ കൃത്യമായിട്ട് ഇന്നലെ എഴുതിയതാണ്. ഇവിടെ അതേപോലെ തന്നെ എഴുതുകയാണ്. ആസ് ടെലസ്കോപ്പ് ആർ യൂസ്ഡ് ടു വ്യൂ ലോങ് ഡിസ്റ്റൻസ്. പരീക്ഷയ്ക്ക് ഡെറിവേഷൻ മാത്രം എഴുതിയാൽ മതി. ഇങ്ങനെ വലിച്ചു വാരി പ്രോസസ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തരുന്നതാണ്. ഓക്കെ, ആസ് ടെലസ്കോപ്പ് ആർ യൂസ്ഡ് ടു വ്യൂ ലോങ് ഡിസ്റ്റൻസ് objects, parallel rays from distant object falls obliquely, ചരിഞ്ഞാ വീഴുന്നത് അല്ലേ? ഒബ്ജക്റ്റ് ഈസ് മേക്കിംഗ് സം ആംഗിൾ വിത്ത് എന്താണ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് അല്ലേ? അപ്പം പാരലൽ ആയിട്ടല്ല വരുന്നെന്നുള്ള, അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടല്ല വരുന്നെന്നുള്ള കാര്യം ക്ലിയർ ആണ്. അതിൽ നിന്ന് ഫോൾസ് obliquely on the objective lens. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാം. ദാറ്റ് ഈസ് they are not coming parallel to principal axis. Not coming parallel to principal axis of objective lens. Instead they make some angle with the principal. അതിനർത്ഥം ഇൻഫിനിറ്റി എന്നുള്ള ഒബ്ജക്റ്റിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ഫോക്കസിൽ വന്ന് വീഴുന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. ഇങ്ങനെയല്ല വീഴുന്നത്, പകരം എങ്ങനെയാ വീഴുന്നത്? ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ഇതെല്ലാം കൂടെ വന്നിട്ട് കണ്ടോ, ഇതെല്ലാം കൂടെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ
ഈ ഭാഗത്താണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ആ മുകളിൽ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. അല്ലാതെ ഈ രീതിയിലല്ല. ഇൻഫിനിറ്റിയിലെ ഒബ്ജക്റ്റ് ഇരിക്കുന്ന സമയത്ത് ഈ രീതിയിലും വരാം. ഇവിടെ ഈ രീതിയിലാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് അവരവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനിയും ആഫ്റ്റർ റിഫ്രാക്ഷൻ കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത് നോക്കാം. ആഫ്റ്റർ റിഫ്രാക്ഷൻ from the objective lens, a real and inverted image. ശരിയല്ലേ? എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. ഇന്ന് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലും അത് തന്നെ ഉണ്ടായത് അല്ലേ? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഈസ് ഫോംഡ് on the focus of eye lens. രണ്ടിന്റെയും ഒന്നായിട്ടാണ് എടുക്കുന്നത്. ഫോക്കസ് ഓഫ് ഐ ലെൻസ് അതിനെ നമ്മൾ FE എന്നാണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. വിച്ച് ആക്ട് ആ ഇമേജ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഐ ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് വീണ്ടും റിഫ്രാക്ഷൻ നടക്കും. വിച്ച് ആക്ട് ആസ് എ ഒബ്ജക്റ്റ് for the eye lens and a highly magnified virtual പക്ഷെ അവിടെ ഇറക്റ്റ് അല്ല, ഇൻവെർട്ടഡ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇന്നലെ അവിടെ അതേപോലെ തന്നെയായിരുന്നു. വെർച്വൽ ആണെങ്കിലും രണ്ടാമത്തെ ലെൻസിൽ കൂടെ നടക്കുന്നത് എന്താണ് വെർച്വൽ ഇമേജ് ആണെങ്കിലും, പക്ഷെ ഇറക്റ്റ് ഇമേജ് അല്ല ഉണ്ടാകുന്നത്, ഇൻവെർട്ടഡ് തന്നെയാണ്. ഇൻവെർട്ടഡ് ഇമേജ് ഈസ് ഫോംഡ് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റീവിന്റെ ആ ഭാഗത്താണ് ഫോം ചെയ്യുന്നത്. നമ്മളത് വരയ്ക്കുന്നില്ല. ഈസ് ഫോംഡ് എന്ന് എഴുതി അവിടെ നിർത്തുക. നമുക്ക് ഇവിടെയും എന്ത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെയും നമുക്ക് മാഗ്നിഫിക്കേഷൻ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണെങ്കിലും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണെങ്കിലും ടെലസ്കോപ്പ് ആണെങ്കിലും നമ്മളെ ഡെറിവേഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ മാഗ്നിഫിക്കേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവിടെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ നമുക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് നോക്കാം. മാഗ്നിഫിക്കേഷൻ നോക്കിക്കോളൂ. ഓക്കെ, ഇവിടെയും നമുക്ക് ഒരിക്കലും എന്താണ്, നമുക്കറിയാം രണ്ടും കോൺവെക്സ് ആണ്. കോൺവെക്സ് ആണെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ഇക്വേഷൻ HI/HO ആണ്. പക്ഷെ ഇത് രണ്ടും നടക്കത്തില്ല. സ്റ്റാറിന്റെ ഹൈറ്റ് ഒക്കെ പോയിട്ട്, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ഹൈറ്റ് പ്രിൻസിപ്പൽ ആക്സിസ് എന്നുള്ള ഹൈറ്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലോജിക്കലി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, മണ്ടത്തരമാണ് അല്ലേ? അപ്പം ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വേറെ ഏതെങ്കിലും മീൻസ് വെച്ചിട്ടായിരിക്കും നമ്മളത് കണ്ടുപിടിക്കുന്നുണ്ടാകുക. അപ്പൊ ഇവിടെ നമ്മൾ ഇന്നലെ പ്രയോഗിച്ച മെത്തേഡ് തന്നെയാണ്. എന്താണ്? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഒബ്ജക്റ്റ് അറ്റ് ദി ഐ, ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ആണ് ഇവിടെയും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്നൊരു ഹെഡിങ് കൊടുക്കുക. മാഗ്നിഫിക്കേഷൻ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു എന്താ? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ഇമേജ് അറ്റ് ദ ലെൻസ് എന്ന് പറഞ്ഞാലും അറ്റ് ദ ഐ എന്ന് പറഞ്ഞാലും സെയിം ആണ്. കാരണം എന്താണെന്നറിയോ? ഈ ലെൻസും ഐയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ചെറിയ ഡിസ്റ്റൻസ് അല്ലേ, നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയാണ്. ഓക്കെ, അപ്പം ശരിക്കും ലെൻസുമായിട്ടാണ് അത് ആദ്യം ആംഗിൾ മേക്ക് ചെയ്യുന്നതെങ്കിലും നമ്മുടെ കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്നത്, നമ്മുടെ കണ്ണ് ആ ലെൻസ് ആയിട്ട് നമ്മൾ അങ്ങ് സങ്കല്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ അറ്റ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ഇമേജ് അറ്റ് ദ ഐ ആയിട്ട് എടുക്കണം. ഐ ഡിവൈഡഡ് ബൈ എന്താണ്? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ഒബ്ജക്റ്റ് അറ്റ് ദ ഐ. അറ്റ് ദ ലെൻസ് എന്നാണ് പറയേണ്ടതെങ്കിലും നമ്മൾ ഐ എന്നങ്ങ് പറയാണ്. ഓക്കെ, അതായത് നമ്മൾ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ഒബ്ജക്റ്റ് അറ്റ് ദ ഐ നമ്മൾ എന്തായിട്ട്, ഇമേജ് അറ്റ് ദ ഐ എന്തായിട്ട് എടുത്തതെന്ന് അറിയാമോ? എന്തായിട്ട് എടുത്തത്? ഇമേജ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് അത് റെപ്രസെന്റ് ചെയ്ത് ബീറ്റ. നിങ്ങൾ നോക്കിയേ, ഞാൻ അവിടെ വരച്ചായിരുന്നു, കണ്ടോ? ഇവിടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, ഈ ഭാഗത്താണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇമേജ് നമ്മുടെ കണ്ണെന്ന് പറയുമ്പോൾ വേണ്ടി ഇവിടെ ഈ കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ വേണ്ടിയതാ. ഇത് തന്നെ മറ്റേ പാരലലോടെ കൺസെപ്റ്റ് വെച്ചിട്ട് ഇതും എന്തായി, ലെൻസുമായിട്ട് മേക്ക് ചെയ്യുന്നതും എന്ത് തന്നെയായിരിക്കും? ബീറ്റ തന്നെയായിരിക്കും. അപ്പം ഇമേജ് നമ്മുടെ കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിട്ട് നമ്മൾ എടുക്കുന്നത്? ബീറ്റ ആയിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ ഇവിടെ എന്താന്ന് എഴുതിയാൽ മതി? ഇവിടെ ബീറ്റ ബൈ എന്താന്ന് എഴുതിയാൽ മതി? ആൽഫ എന്ന് എഴുതിയാൽ മതി. ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ
പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഇവിടെ ഇനി ഈ ബീറ്റയും ആൽഫയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ബീറ്റ ആൽഫയും കണ്ടുപിടിച്ചിട്ട് നമുക്ക് മറ്റേ എന്തിനകത്ത് ഇട്ട് കൊടുത്താൽ മതി, ഈ ഇതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ കിട്ടും, അതിന്റെ പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ കാര്യം. അപ്പം ഇവിടെ നമുക്ക് ബീറ്റ എങ്ങനെ കണ്ടുപിടിക്കും, ആൽഫ എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഏത് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് അറിയോ? ഞാൻ 2-3 കാര്യങ്ങളും മാർക്ക് ചെയ്യാൻ വിട്ടുപോയോ? അതായത് എ ഡാഷ് ബി ഡാഷ് ഇയും എ ഡാഷ് ബി ഡാഷ് ഓ ഇതിനെ ഓന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്യണേ. ഇതിൽ ഓന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ. ഞാൻ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ എന്താണെന്ന് അറിയാമോ? ഈ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് സിംപ്ലി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇതാണ് ആദ്യം ഉണ്ടാകുന്ന ഇമേജ്. അപ്പൊ അതിന്റെ ഹൈറ്റ് HI ആയിരിക്കും. അതും കൂടെ ആ പടത്തിനകത്ത് മാർക്ക് ചെയ്യും. എന്നിട്ട് എടുക്കുക കൺസിഡർ ട്രയാങ്കിൾ, കൺസിഡർ അല്ലെങ്കിൽ കൺസിഡർ ട്രയാങ്കിൾ, കൺസിഡർ ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് ഇ. അതിനകത്ത് ഞാൻ ടാൻ ബീറ്റ എടുക്കാൻ പോകുന്നു. ടാൻ ബീറ്റ ഐസിക്കൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എ ഡാഷ് ബി ഡാഷ് ആണ്. നോക്കിയേ, ഈ ബീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താ? എ ഡാഷ് ബി ഡാഷ് ആണ്, ആണല്ലോ. എ ഡാഷ് ബി ഡാഷ്. അതിന്റെ അഡ്ജസന്റ് എന്താ? ഈ സൈഡ് ആണ്. അപ്പം HI ഡിവൈഡ് ബൈ എഫ് എന്ന് വേണം നമുക്ക് എന്തെന്ന് എടുക്കാം, അതിന്റെ ഇതായിട്ട് എടുക്കാം. അപ്പൊ ടാൻ ബീറ്റ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എടുക്കാം? HI ഡിവൈഡഡ് ബൈ എന്താണ്? FE എന്ന് എടുക്കാം. ഓക്കെ, സ്മോൾ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ബീറ്റ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എടുക്കാം? HI ബൈ FE എന്ന് എടുക്കാം. എന്താ? സ്മോൾ ആംഗിൾ വരുമ്പോൾ അങ്ങനെയാണ്. സ്മോൾ ആംഗിൾ വരുമ്പോൾ ഓക്കെ, അപ്പം അതവിടെ കിടക്കട്ടെ. ഇനിയും അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത് കൺസിഡർ ട്രയാങ്കിൾ എ ഡാഷ് ഒ ബി ഡാഷ് കൺസിഡർ ചെയ്യാൻ പോവാം. എന്നിട്ട് അതിനകത്ത് ടാൻ ആൽഫ എടുക്കാൻ പോവാം. ഓക്കെ ആണല്ലോ. അപ്പൊ എ ഡാഷ് ഒ ബി ഡാഷ് എന്ന് പറയുമ്പോൾ ഏത് ട്രയാങ്കിൾ ആണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതേണ്ട ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കുന്നത്. എ ഡാഷ് ഒ ബി ഡാഷ് എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ. അതിനകത്ത് ടാൻ ആൽഫ എടുക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് HI തന്നെയല്ലയോ? അതിന്റെ അഡ്ജസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഇതല്ലയോ? അത് FO ആണ്, ഇല്ലയോ? അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് HI തന്നെ വരും. അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ FO വരും. സ്മോൾ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് therefore ആൽഫ ഈക്വൽ നമുക്ക് എന്തെന്ന് എഴുതാം? HI ഡിവൈഡ് ബൈ FO ആണ്. അതെന്താ? സ്മോൾ ആംഗിൾ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്, ഇല്ലേ? ടാൻ ആൽഫനെ നമുക്ക് എന്താക്കാം? ആൽഫ ആക്കി എഴുതാം. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആൽഫയും കിട്ടി, ബീറ്റയും കിട്ടി. ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ ഓഫ് ടെലസ്കോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിംപ്ലി എന്താണ്? മാഗ്നിഫിക്കേഷൻ ഓഫ് ടെലസ്കോപ്പ് M is equal to നമുക്കറിയാം ബീറ്റ ബൈ ആൽഫയാണ്. ബീറ്റ നമുക്ക് കിട്ടിയത് HI ബൈ FE ആണ്. ആൽഫ നമുക്ക് കിട്ടിയത് HI ബൈ FO ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ HI കട്ട് ചെയ്ത് കളയും. FO മോളി വരുമ്പോൾ FO ഡിവൈഡഡ് ബൈ FE ആയിരിക്കും നമ്മുടെ എന്ത് വരിക? നമ്മുടെ ടെലസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ വരിക. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ. ഇനി ചില ന്യൂമറിക്കലിനകത്ത് എമ്മിന്റെ ഇക്വേഷൻ FO ബൈ UE എന്ന് എടുക്കാറുണ്ട്. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഒക്കേഷണലി ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ന്യൂമറിക്കൽ ഏതോ ഒരു ന്യൂമറിക്കൽ ചെയ്തപ്പോൾ ഇങ്ങനെ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ എഴുതിയിരുന്നത്. ഇപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി. ന്യൂമറിക്കൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞു. ഒരു 2 ടോപ്പിക് കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ നമ്മുടെ ഡെറിവേഷൻ ഇത്രേ ഉള്ളൂ. നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ടെലസ്കോപ്പിന്റെ പടവും വരച്ചിട്ട് വേണ്ട ഈ ഇവിടെ മൂലം ഇങ്ങനെ എഴുതിയാൽ മതി. ഈ മാഗ്നിഫിക്കേഷൻ തൊട്ട് ഇങ്ങോട്ടേക്ക് എഴുതിയാൽ മതി കേട്ടോ. ഇത്ര എഴുതിയാൽ മതി ഡെറിവേഷൻ. പടം വരയ്ക്കണം, പടത്തിനാണ് മാർക്ക്. ശരിക്കും 4 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അതിൽ 3 മാർക്ക് ആ പടത്തിനാണ്. പടം തെറ്റിക്കുമെന്ന് അവർക്ക് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് ഈ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്.
ആ ലിമിറ്റേഷൻസ് എന്താണെന്നുള്ള കാര്യം പഠിക്കണം. പിന്നെ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് എന്താണെന്ന് പഠിക്കണം. പിന്നെ റിഫ്ലക്റ്റിങ്ങിന്റെയും റിഫ്രാക്റ്റിങ്ങിന്റെയും തമ്മിൽ ഒരു കമ്പാരിസൺ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. ഓക്കെ ആണല്ലോ. അപ്പം ആദ്യം എഴുതേണ്ടത് ഇതാണ്. ഇപ്പൊ ഹെഡിങ് എഴുതിക്കോ. ലിമിറ്റേഷൻസ് of refracting telescope. Limitations of refracting telescope. ഒന്ന് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? image is not free from chromatic aberration. ഈ ക്രോമാറ്റിക് അബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് ഇപ്പൊ നമ്മൾ ഈ ലെൻസിനകത്തൂടെ ഈ ലൈറ്റ് റേസ് എല്ലാം കടത്തി വരുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ച് വരച്ചത്, ഇല്ലേ? എന്നാൽ പല ലെൻസുകളും എന്ത് ചെയ്യുന്നറിയാമോ? പ്രിസം ആയിട്ടൊക്കെ ആക്ട് ചെയ്യും. പ്രിസമായിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ ലൈറ്റ് റേ വന്ന് വീഴുന്ന സമയത്ത് ആ ലൈറ്റ് റേനെ 7 കളറായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 കളറായിട്ടൊക്കെ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഇമേജിന്റെ ബൗണ്ടറീസ് ഒക്കെ കളേർഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് അവിടെ കിട്ടത്തില്ല. അപ്പൊ അതാണ് ക്രോമാറ്റിക്. ക്രോ മീൻസ് കളർ റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ ക്രോമാറ്റിക് അബറേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അത് വേണമെങ്കിൽ എഴുതാം, അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ക്രോമാറ്റിക് അബറേഷൻ is a failure of lens to focus all colors to the same point. അതായത് എല്ലാ കളറിന്റെയും ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ വൈറ്റ് ലൈറ്റിനെ വൈറ്റ് ലൈറ്റ് ആയിട്ട് തന്നെ റിഫ്രാക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്ന ഇമേജുകളെല്ലാം ക്ലിയർ ആവുകയുള്ളൂ. അത് ഇപ്പം ലെൻസിനകത്തൂടെ, ഇപ്പം ഒബ്ജക്റ്റീവ് ലെൻസിനകത്തൂടെ കടന്നു വരുമ്പോൾ തന്നെ അത് ഡിസ്പെർഷൻ ചെയ്താ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന A' B' എന്ന് പറയുന്ന ഇമേജും ഡിസ്പേഴ്സ്ഡ് ഇമേജ് ആയിരിക്കും. അതിന്റെ രണ്ടാമത്തെ റിഫ്രാക്ഷൻ നടന്നിട്ടുള്ള ഇമേജുകളും ഡിസ്പേഴ്സ്ഡ്. അപ്പൊ ക്ലാരിറ്റി തീരെ ഉണ്ടാവില്ല. അതാണ് അതിനകത്തെ ഒരു പ്രത്യേകത. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ഇമേജ് ഈസ് നോട്ട് ഫ്രീ ഫ്രം സ്പെരിക്കൽ അബറേഷൻ. ഇതൊക്കെ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ടൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ഡിസഡ്വാൻറ്റേജ് ഒക്കെ ചോദിച്ചതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്പെരിക്കൽ അബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സാധാരണ ഒരു ലെൻസ്, ഈ ലെൻസിലോട്ട് ഇതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന, വരയ്ക്കണ്ട, ഞാൻ ജസ്റ്റ് റഫായിട്ട് വേണം വരച്ചിട്ടു. ഈ ലെൻസിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എല്ലാം പാരലൽ ആയിട്ടായിരിക്കും, ഇൻഫിനിറ്റിയിലാണെങ്കിൽ, ഇല്ലയോ? ഇതാണ് ഫോക്കസ് എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ ലൈറ്റ് റേസ് എല്ലാം ഫോക്കസിൽ വന്ന് മീറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ അങ്ങനെ നടക്കത്തില്ല എല്ലാ കേസിലും. അതായത് ഒരു ലൈറ്റ് റേ ബെൻഡ് ചെയ്ത് തന്നെ ഇതുവഴി പോകും, ഒരു ലൈറ്റ് റേ ചിലപ്പോൾ ഫോക്കസിൽ കൂടെ പോയിരിക്കും, ഈ ലൈറ്റ് റേ ചിലപ്പം ഈ ഫോക്കസിന് ഇപ്പുറത്തൂടെ പോകും, ഈ ലൈറ്റ് റേ തന്നെ ഇങ്ങനെ പോകും. അപ്പൊ എല്ലാ ലൈറ്റ് റേസും ഒരേ പോയിന്റ് ഫോക്കസ് ചെയ്താലല്ലേ ഇമേജ് ക്ലിയർ ആവുകയുള്ളൂ. എന്നാൽ സ്പെരിക്കൽ അബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളെയാണ് സ്പെരിക്കൽ അബറേഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി എല്ലാ ലെൻസുകൾക്കും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഇല്ലാത്ത ലെൻസുകളെ ചൂസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ടെലസ്കോപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും അത് നടക്കുന്നുണ്ട് സക്സസ്ഫുൾ ആയിട്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ അതും കൂടെ വേണമെങ്കിൽ ഞാൻ സ്പെരിക്കൽ അബറേഷൻ കൂടെ എഴുതാം. സ്പെരിക്കൽ അബറേഷൻ, it is the inability of lens to focus all the rays falling on it to focus
to focus at a single point, single point. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ aperture of objective lens lens should be large for high resolving power. അതായത് നല്ല റെസല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ അപ്പർച്ചർ വലുതാക്കണം. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ അപ്പർച്ചർ വലുതാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പ് അവിടെ ചെയ്യണം. അതൊക്കെ ഒത്തിരി ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ? ബാഹുബലി 2 ആണോ 1 ആണോ ഓർക്കുന്നില്ല. അതിനകത്ത് ബാഹുബലി 2 ആണെന്ന് തോന്നുന്നു. അതായത് അദ്ദേഹത്തിന്റെ അതായത് മറ്റേ ആ ബല്ലാൽ ദേവൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ മകനായിട്ട് ഒരു വ്യക്തിയില്ലേ, ആ വ്യക്തിയുടെ കഴുത്ത് ആരിറക്കും? ബാഹുബലിയുടെ മോൻ അറക്കും. എന്നിട്ട് അവര് ആ തലയും കൊണ്ട് വരുന്നൊരു സീനുണ്ട്. അപ്പൊ ആ സീന് അവര് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരൊരു ടെലസ്കോപ്പ് വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു ബടന് ആ ഒരു പെർട്ടിക്കുലർ, അത് എനിക്കൊന്ന് ഡയമണ്ട് പോലെയുള്ള എന്തോ ഒരു സ്റ്റോൺ ആണ് കേട്ടോ. അത് ആക്ച്വലി ലെൻസ് ഒന്നുമല്ല. പണ്ട് ഈ സ്റ്റോൺ വെച്ചിട്ടായിരുന്നത്, സ്റ്റോണിനെ ലെൻസിന്റെ ഷേപ്പിൽ കാർവ് ചെയ്തെടുത്തിട്ടായിരുന്നത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ലെൻസ് വെച്ചിട്ട് എന്താണ് നോക്കുന്ന സമയത്ത് ക്ലിയർ ആവുന്നില്ല ഇല്ലേ? മറ്റേ ആ എന്താണ് അതിനകത്തെ മറ്റേ ആ ബലാൽ ദേവന്റെ അച്ഛൻ ക്യാരക്ടർ വന്ന് നോക്കുമ്പോൾ അത് ക്ലിയർ ആവുന്നില്ല. അപ്പൊ ബടനോട് പറയും അതെടുത്ത് മാറ്റി വെക്കാൻ പറയും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് അനങ്ങുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് രാജമൗലി കൃത്യമായിട്ട് ആ ഫിസിക്സിന്റെ ആ പക്കാ സാധനം അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് അത് ക്ലിയർ ആയിട്ട് അതിൽ ഫിക്സ് ചെയ്യാതെ നമുക്ക് അതിന്റെ ഫോക്കസ് കൃത്യമായിട്ട് കിട്ടത്തില്ല. പണ്ടുള്ള സെറ്റപ്പുകളൊക്കെ അല്ലേ, അപ്പൊ അത് ജസ്റ്റ് ഊരി വെക്കുന്ന സാധനങ്ങൾ, ഒരു സ്റ്റാൻഡ്, ആ സ്റ്റാൻഡെ കൊണ്ട് നമ്മൾ ഇങ്ങനെ വെക്കുന്നു, ഇപ്പുറത്തൊരു എന്താണ് സ്റ്റോൺ ഉണ്ട്, അതിനകത്തൂടെ നോക്കുന്നു, ഈ സ്റ്റോണിനകത്തൂടെ. ഇത് ഒബ്ജക്റ്റീവ് ലെൻസും ഐ ലെൻസും എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. പക്ഷെ അത് വെച്ചിട്ട് കാണാത്തതുകൊണ്ട് അതെടുത്ത് മാറ്റിയിട്ട് വേറൊരു എന്താണ് ഒരു സ്റ്റോൺ എടുത്തിട്ട് അവിടോട്ട് വെച്ചിട്ട് അതുവഴി നോക്കുമ്പോഴാണ് ആ തലയും കൊണ്ട് വരുന്നത്. ദൂരെ ബാഹുബലിയുടെ മോൻ തലയും കൊണ്ട്, മറ്റേ ആളുടെ തലയും കൊണ്ട് വരുന്ന ഒരു സീന് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആ ഇതെടുത്ത് ജസ്റ്റ് നോക്കിയാൽ മതി. അത് ഈ ടെലസ്കോപ്പിന്റെ കൺസെപ്റ്റ് തന്നെയാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റീവ് ലെൻസ് വെക്കുന്ന, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ അപ്പർച്ചർ ഇച്ചിരി വലുതാക്കണം. അങ്ങനെ വലുതാക്കണമെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, ഒരു സപ്പോർട്ട് അവിടെ വേണം. അപ്പൊ അങ്ങനെ അത്രയും വലിയ സെറ്റപ്പുകളെ ഒന്നും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ എന്താണ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഒക്കെ ഉണ്ടാക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി എന്താണ് ഹെർക്യുലിയൻ ടാസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് അതും എന്താണ് ഇതിന്റെ ഒരു ഒരു ലിമിറ്റേഷൻ ആയിട്ട് അവർ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇനിയും ആ റിസോൾവിംഗ് പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. റിസോൾവിംഗ് പവർ ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എന്താണ് 1.22. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങ് തരികയാണ്. എ ഡിവൈഡഡ് ബൈ 1.22 ഇൻറ്റു ലാംഡ, വേർ എ എന്ന് പറയുന്നത് വേർ എ ഈസ് ദ അപ്പർച്ചർ ഓഫ് എന്താണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഓക്കെ ആണല്ലോ? ഇത് ജനറൽ ഒരു ഇക്വേഷൻ ആണ്, അത് ജസ്റ്റ് തന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം ലാർജ് ആയിട്ടുള്ള ഒരു അപ്പർച്ചറുള്ള ടെലസ്കോപ്പിനാണ് ശരിക്കും നല്ല റിസോൾവിംഗ് പവർ ഉള്ളത്, റെസല്യൂഷൻ ഉള്ളത്. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചില്ല. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കെസഗ്രെയിൻ ടൈപ്പ് ടെലസ്കോപ്പ് എന്നാണ് അതിന് പറയുക. അത് ആരും പഠിക്കാതെയാണ് പോകുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷമാണോ എന്നറിയത്തില്ല, കഴിഞ്ഞ വർഷമോ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. പടം വരയ്ക്കാനും, ജസ്റ്റ് 3 മാർക്കിനാണ്. പടം വരയ്ക്കാനും അതിന്റെ ഡിറൈവ് ചെയ്യാനല്ല, ജസ്റ്റ് ആ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാനും വേണ്ടി. അപ്പം അത് നമുക്ക് അത്ര പഠിക്കാനുള്ളൂ, ഡിറൈവ് ചെയ്യാനൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പം നിങ്ങൾ എഴുതുക റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ്. റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ്. റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ്. റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് കെസഗ്രെയിൻ ടൈപ്പ് ടെലസ്കോപ്പ്.
അതിന്റെ പടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പടം വരയ്ക്കാനാണ് യൂഷ്വലി ചോദിക്കുക. അപ്പം ശരിക്കും ഇതൊരു ട്യൂബാണ്. ഈ ട്യൂബിന്റെ അറ്റത്തായിട്ട് ഒരു മിററാണ് സങ്കല്പിക്കുന്നത്. ഇവിടെ റിഫ്ലക്ഷൻ ആണല്ലോ, മിററാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അത് കോൺകേവ് മിററാണ്. എന്നാ നടുക്ക് ഒരു ഓപ്പണിംഗ് ഉള്ള ഒരു കോൺകേവ് മിറർ. ഓക്കെ. എന്നിട്ട് ഇതിന്റെ സെൻട്രൽ പോർഷനിലായിട്ട് ഒരു കോൺവെക്സ് മിററും എന്ത് ചെയ്തിട്ടുണ്ട്, ഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഒബ്ജക്റ്റ് ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേ പാരലായിട്ട് ഇവിടെ വന്ന് വീഴും. ഓക്കെ, ഇവിടെ വന്ന് വീണു, ഇവിടെ വന്ന് വീണു. ഞാൻ 2 ലൈറ്റ് റേനെ മാത്രമേ എടുക്കുന്നുള്ളൂ തൽക്കാലത്തേക്ക്. അത് ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് വീഴും. അത് ഇവിടെ വന്ന് വീഴും. ഇത് എന്ത് ചെയ്യും, ഇതും റിഫ്ലക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് വീഴും. ഇല്ലയോ, വളവൊന്നുമില്ല, ഞാൻ ഇങ്ങനെ വന്ന് വീഴും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത് ഒരു എന്താണ്, ഒരു ചെറിയൊരു ട്യൂബാണ്. ഇവിടെ ഒരു എന്താണ്, ഒരു കോൺവെക്സ് ലെൻസ് ഇരിപ്പുണ്ട്. ആ കോൺവെക്സ് ലെൻസിന്റെ ഐ പീസ് എന്ന് അതിന് പറയാം കേട്ടോ, ഐ പീസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പം ആ കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺവേർജ് ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പം ഇവിടെ നിന്ന് ഈ ലൈറ്റർ ഇവിടെ വന്ന് വീണു, ഇവിടെ നിന്ന് വീണ്ടും റിഫ്ലക്ഷൻ സംഭവിച്ചിട്ട് ഇവിടെ വന്ന് വീണു, ഇവിടെ വന്ന് വീണു, അവിടെ നിന്ന് വീണ്ടും റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് നമ്മുടെ കണ്ണിലേക്ക് വന്ന് വീഴുന്നു. ഇതാണ് അതിന്റെ പടം. ഇവിടെ നിന്ന് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് നമ്മുടെ കണ്ണിലേക്ക് വന്നു. ഇതാണ് അതിന്റെ പടം. ഓക്കെ ആണല്ലോ. ഇവിടെ ഇതിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക, അതായത് ഇൻ നോർമൽ അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഇൻ നോർമൽ അഡ്ജസ്റ്റ്മെന്റ്, നോർമൽ അഡ്ജസ്റ്റ്മെന്റ്, അഡ്ജസ്റ്റ്മെന്റ്, നോർമൽ അഡ്ജസ്റ്റ്മെന്റ്, നോർമൽ അഡ്ജസ്റ്റ്മെന്റ് എം ഈസ് ഈക്വൽ ടു, അതായത് ഇതിന്റെ എം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എഫ് ഒ ബൈ എഫ് ഇ ആണ്. ചില ഇക്വേഷനകത്ത് ആർ ബൈ 2 എന്നും വരാറുണ്ട്. അത് രണ്ടും ഒന്ന് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ വർഷം ചോദിച്ചതിനകത്ത് ജസ്റ്റ് ഈ പടം വരച്ചിട്ട് ഈ ഇക്വേഷൻ എഴുതിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയേനെ, 3 മാർക്ക് കിട്ടിയേനെ. പലരും ഇത് വളരെ സിമ്പിൾ ടോപ്പിക് ആയതുകൊണ്ട് ഇതെന്ത് ചെയ്തില്ല, ഇത് വരത്തില്ല എന്ന് വിചാരിച്ച് പഠിക്കാതെ പോയി. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അതായത് റിഫ്ലക്റ്റിങ്ങിനാണ് എപ്പോഴും അഡ്വാൻറ്റേജ് ഉള്ളത് റിഫ്രാക്റ്റിങ്ങിനെക്കാട്ടിലും. അതെന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ റിഫ്ലക്റ്റിങ്ങിന്റെ അഡ്വാൻറ്റേജ് ലാസ്റ്റ് ടോപ്പിക്കാണ്. റിഫ്ലക്റ്റിംഗ് telescope have high resolution, high resolving power due to its large aperture, അല്ലെങ്കിൽ due to its വേണ്ട, due to large aperture of its mirror രണ്ടാമത്തേത് due to availability of paraboidal mirrors, the image is free from chromatic and spherical aberration ഞാൻ പറഞ്ഞു നേരത്തെ സ്ഫെറിക്കൽ അബറേഷനും ക്രോമാറ്റിക് അബറേഷനും എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. മിറർ ഈ രണ്ട് ഡിഫക്റ്റിൽ നിന്നും എന്താണ്, അല്ലെങ്കിൽ മിററിന് ഈ രണ്ട് പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയും മിറർ reflects all the components of light equally. All the components of light എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ വൈറ്റ് ലൈറ്റിനകത്ത് 7 കളർ ഉണ്ട് അല്ലേ. അല്ലെ റേഡിയേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുവാണെങ്കിലും റേഡിയേഷനകത്ത് ഗാമ റേ, ഇൻഫ്രാറെഡ്, എന്താണ് അൾട്രാവയലറ്റ്, എന്താണ് UV,
UV പറഞ്ഞു, അൾട്രാവയലറ്റ് പറഞ്ഞു, അതേപോലെ റേഡിയോ മൈക്രോവേവ്, ഇതിനെല്ലാം ഒരേപോലെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. പക്ഷെ മറ്റ് ലെൻസ് എന്താ, ലെൻസിന്റെ ക്രോമാറ്റിക് അബറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത് പല കളറിനെയും പല രീതിയിലായിരിക്കും റിഫ്രാക്ട് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ മിററിനെ ഉണ്ടാക്കാൻ വേണ്ടി എന്താണ്, ഗ്രൈൻഡിങ് ഒന്നും വേണ്ട. ലെൻസിനെ ഒരു വലിയൊരു അപ്പർച്ചറുള്ള ലെൻസിനെ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ടാസ്ക് തന്നെയാണ്. അത് ഗ്രൈൻഡ് ചെയ്ത് അത് കൃത്യം പോളിഷ് ചെയ്ത് സെറ്റപ്പ് ആക്കിയൊക്കെ എടുക്കണം. മിററിന് അത് വേണ്ട, അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മിറർ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാഹുബലിക്കകത്തെയൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ അന്ന് ഉണ്ടായില്ല. ഇപ്പം ഒരു പരിധി വരെയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ദൂരെയുള്ള ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ വലിയ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് വേണം. വലിയ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസിന്റെ കർവേച്ചർ വലുതായിരിക്കണം. അങ്ങനെ വലിയ ലെൻസിനെ ഒക്കെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടെലസ്കോപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവിടുത്തെ സത്യാവസ്ഥ. അതും അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പം ഇങ്ങനെ എഴുതുക, mirrors require grinding and polishing on one side only on one side. ലെൻസ് ആകുമ്പോൾ അത് രണ്ട് സൈഡിലും ചെയ്തെടുക്കണം. അതേപോലെ നമ്മുടെ ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് മെക്കാനിക്കൽ സപ്പോർട്ട് needed for large diametered lens, large diametered lens is the major difficulty faced in refracting telescope. There is no such difficulty. There is no such difficulty in reflecting type telescope. ഇത്രയുമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട്. ഈ ചാപ്റ്ററിനകത്ത് കഴിഞ്ഞു. ഈ ചാപ്റ്റർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ